എല്ലാവർക്കും സുഖമാണോ? ആമീനൊന്ന് അംഗനവാടി കൊണ്ടുപോയാലോ? ഇത്രയും നാൾ വീട്ടിലായിരുന്നില്ല യുദ്ധം, ഇനി അവിടെ എങ്ങനെയായിരിക്കും ഒന്ന് നോക്കാം. സ്ഥിരമായിട്ട് കൊണ്ടുപോകാനൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. വല്ലപ്പോഴും അമ്മ ഒന്ന് കൊണ്ടുപോകും, അവൾക്കൊരു ചേഞ്ച് ആവാൻ വേണ്ടിയും പിന്നെ എല്ലാവരായിട്ടൊന്ന് ഇണങ്ങിച്ചേരാൻ വേണ്ടി. അപ്പം ഇന്ന് നമുക്ക് കൊണ്ടുപോയാലോ? എന്നാ വായോ. എൻ്റെ ഈ കുഞ്ഞിക്കാന്താരി അംഗനവാടിയിലൊക്കെ പോകാറായെന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുവേ. പിന്നെ അവൾ നേരത്തെ വിടാൻ തുടങ്ങിയത് അവൾ എല്ലാവരായിട്ടൊന്ന് ഇണങ്ങിച്ചേരട്ടെ എന്ന് ഓർത്തിട്ടാ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഞങ്ങൾ അവിടെ കുറച്ചേരി ഇരിക്കും. എല്ലാ ദിവസമൊന്നും അവൾ വരില്ല കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങളും പോലെ അവൾക്കും മടിയാണ്. ഒന്നരാടം കൂടുമ്പോൾ അവളൊന്ന് കൊണ്ടുവരുന്നത് തന്നെ. വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഒരു മടിയുണ്ടെങ്കിലും പിന്നെ പിള്ളേരൊക്കെ ഒപ്പം ഇരുന്ന് കളിച്ചോളൂ കേട്ടോ. കുഞ്ഞിക്കാന്താരി വീട്ടിലാണ് കേട്ടോ ബോട്ടവും ചാട്ടവും ബഹളമൊക്കെ. അവിടെ ചെന്നിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. പിന്നെ കുഞ്ഞുങ്ങളുടെ പോലെ കളിച്ച് വളരണ്ടേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തിരി നേരത്തെ അംഗനവാടി വിടാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞ ഇത് അമ്മയുടെ ഒരു വലിയ തുടക്കമാണ്. അത് ആലോചിക്കുമ്പോഴത്തേക്കും ചെറിയ സങ്കടമുണ്ട്, എന്നാൽ ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളുടെ കളിയും വരെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായി. അപ്പോഴത്തേക്കും ടീച്ചർമാർ അവർക്ക് എല്ലാവർക്കും ഭക്ഷണം എടുത്തു കേട്ടോ. ആമി വീട്ടിലിരുന്ന് ഇങ്ങനെ കഴിക്കാറുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ കൂടെയൊക്കെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടോ. അത് കണ്ടപ്പോൾ തന്നെ എന്തോ മനസ്സ് നിറഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവൾ വീട്ടിൽ പോകാൻ വേണ്ടി ബഹളമായി. പിന്നെ ടീച്ചർമാരോടും കൂട്ടുകാരോടും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഇതുപോലത്തെ ലൈഫ് സ്റ്റോറീസ് ആയിട്ട് ഇനിയും വരാവേ.